എൻ്റെ പേര് ലിവിയ വർഗീസ്. ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഇങ്ങനെ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് കുറേ അധികമായിട്ട് നോക്കി. അപ്പോൾ ഞാനിങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഫസ്റ്റത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കിട്ടുമെന്ന്. ഞാനങ്ങനെ അറ്റൻഡ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായില്ല. അതേപോലെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു, അപ്പോഴും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ മൂന്നാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഡേറ്റ് കിട്ടിയപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൽ ഫസ്റ്റത്തെ നിയോഗമായിട്ട് ഞാൻ ഇൻ്റർവ്യൂ പാസ്സാവാനായിട്ട് ഞാൻ വെച്ചു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം വീട്ടിൽ ചെന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അതുപോലെ തന്നെ ഞാൻ A1 A2 B1 ഞാൻ എക്സാമിന് ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സാമായിട്ടാണ് പാസ്സായത്. B2ൻ്റെ എക്സാമിന് ഞാൻ ഹൈദരാബാദ് പോയിട്ട് എൻ്റെ ഒരു 2 കൂട്ടുകാരികളും ഞാനും കൂടിയാണ് ഹൈദരാബാദ് പോയി എക്സാം എഴുതിയത്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്നെ പാസ്സാക്കി തരണേന്ന്. കാരണം എൻ്റെ കൂടെ ഞാൻ ഫെയിലായി കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഹൈദരാബാദിലേക്കോ അല്ലെങ്കിൽ വേറെ ഇതിലേക്ക് വരാനായിട്ട് എൻ്റെ കൂടെ ആരും ഇല്ല. എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ്. എൻ്റെ അപ്പച്ചനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചനും പ്രായമായ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരി ഷോക്കേസിൽ വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ തിരി ഭയങ്കരമായിട്ട് വലുതായി ആ ഷോക്കേസിൻ്റെ അവിടെ മുട്ടി കഴി അങ്ങനെ ആകെ അങ്ങോട്ട് പരന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ വിശ്വാസത്തിൽ ഞാൻ ട്രെയിൻ കയറി. അവിടെ ചെന്ന് തലേദിവസം ഞങ്ങളവിടെ ചെന്നു. ഞങ്ങൾ 3 പേരും നന്നായിട്ടിരുന്ന് പഠിച്ചു. ഞങ്ങൾ 3 പേരും അന്ന് തലേദിവസം കിടന്നുറങ്ങിയില്ല. ഞങ്ങൾ 3 പേരും നന്നായി ഇരുന്ന് പഠിച്ചു. അങ്ങനെ ഒരു 5 മണിയായപ്പോൾ, പുലർച്ചെ 5 മണിയായപ്പോൾ എല്ലാവരും പറഞ്ഞു, മതി ഇനി കിടന്നുറങ്ങാം, കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഉറക്കം വരുന്നുണ്ടായില്ല. ഞാൻ കുറേ നേരം പഠിച്ചതിന് ശേഷം 5:30 ആയപ്പോൾ ഞാൻ പ്രാർത്ഥന ചെല്ലാനായിട്ട് ഇരുന്നു. കാലത്തെ പ്രാർത്ഥന ചെല്ലാനായിട്ട് ഇരുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, നീ കിടന്നുറങ്ങ്, നീ പരീക്ഷയ്ക്ക് അവിടെ ചെന്ന് എക്സാമിനറുടെ മുന്നിൽ നിൽക്കുമ്പോൾ നീ തലകറങ്ങി വീഴും, നീ അവിടെ കിടന്നുറങ്ങാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും കേട്ടില്ല. ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചു നന്നായിട്ട്. ഞാൻ അങ്ങനെ ടാക്സി വിളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ ടാക്സിയിൽ ഇരിക്കുമ്പോൾ ആരും എന്നോട് ഇങ്ങനെ മനസ്സിൽ പറയണ പോലെ തോന്നി, ഇങ്ങനെ ഇന്ന സബ്ജക്റ്റ് പഠിക്കാനായിട്ട്, ഡിബേറ്റിന് വേണ്ടിയിട്ട് ഇന്ന സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ഇങ്ങനെ കാറിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ആ സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരികളോട് ഞാൻ ഈ സബ്ജക്റ്റ് തരാൻ പറഞ്ഞ് ഞാൻ ചോദിച്ച് അങ്ങനെ പഠിച്ചു. ഇൻ്റർനെറ്റിൽ ഞാൻ തപ്പി ഞാൻ പഠിച്ചു. അപ്പോൾ അവിടെ ചെന്ന് ലേസൺ ഹോറൻ ഷ്രൈബൻ അങ്ങനെ 3 മൊഡ്യൂളും എൻ്റെ കഴിഞ്ഞു. അത് എഴുത്ത് പരീക്ഷയാണ്. കഴിഞ്ഞ എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ ഞങ്ങളെ കൊണ്ടിരുത്തി. അപ്പോൾ പല ആൾക്കാരും പല ഭാഷകളിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് കാശ് രൂപത്തിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് പെയറായിട്ട് ഒരു മലയാളീനെ തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അതിന് ശേഷം പെയറാക്കി എല്ലാവരും ഇരുത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ തന്നെ എനിക്ക് പെയറായിട്ട് കിട്ടി. അങ്ങനെ ഞങ്ങൾ റൂമിൽ കയറ്റുന്നതിന് മുന്നേ ഞാനിങ്ങനെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് തപ്പി ഞാനിങ്ങനെ നോക്കി പറഞ്ഞ് പഠിക്കാനായിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊന്നും ഓർമ്മ കിട്ടണ്ടായില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ കയറുന്നില്ല, എനിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സാമിനർ ചീത്ത പറഞ്ഞ് പുറത്താക്കും, ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്ത് കയറി. അപ്പോൾ ആ ചേച്ചി എന്നോട് നിർബന്ധിച്ചു, നീ എന്തായാലും ഇവിടെ വരെ എത്തിയതല്ലേ, മാതാവ് കാക്കും, നീ അവിടെ കയറുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അകത്ത് കയറി എക്സാമിനറിൻ്റെ മുന്നിലിരുന്ന് ഞങ്ങൾ 2 പേരും അടുത്തടുത്തിരുന്നത്. അപ്പം ഞങ്ങളോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ആ ചേച്ചിയോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആ ചേച്ചിക്ക് എന്താണെന്നറിയില്ല, ആ ചേച്ചിക്ക് ഒന്നും തന്നെ ഓർമ്മ കിട്ടണില്ല, ഇൻട്രൊഡക്ഷനോ ഒന്നും തന്നെ ഓർമ്മ കിട്ടണില്ല. അപ്പോൾ ആ എക്സാമിനർ പറഞ്ഞു, ആളവിടെ ഇരിക്കട്ടെ, എന്നോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനും എക്സാമിനറും തമ്മിലായി പെയറായിട്ട് പിന്നെ ഡിബേറ്റ്. അങ്ങനെ എക്സാമിനറും ഞാനും തമ്മിൽ ഡിബേറ്റ്. എനിക്കറിഞ്ഞൂടെ, ഞാൻ എൻ്റെ കഴുത്തിൽ കൊന്തയിലായിരുന്നു മാതാവിൻ്റെ രൂപം തൂക്കിയിട്ടായിരുന്നേ. മാതാവിനെ മുറുക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഒന്നും എനിക്ക് ഓർമ്മയില്ല, നീ തന്നെ എന്നെ കാത്തോളണം എന്ന് പറഞ്ഞു. മാതാവിനെ മുറുക്കി പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാനും എക്സാമിനറും തമ്മിലും പെയറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്കറിഞ്ഞുകൂടാ, ഈ പൈപ്പിൻ്റെ ടാപ്പ് തുറന്നിട്ട പോലെ എൻ്റെ വായിന്ന് ഈ സ്പീക്കിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങൾ വരെ എൻ്റെ മാതാവ് എനിക്ക് പറഞ്ഞ് ഞാൻ സ്പീക്കിങ്ങിന് പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി മാതാവിനോട് നന്ദി പറഞ്ഞതിന് ശേഷം ഈ രൂപത്തിൽ നിന്ന് ഞാൻ കൈയെടുത്തുള്ളൂ. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം.
മൂന്നാമതായിട്ട് എനിക്ക് വിസ വരാനായിട്ട് 2023 ഞാൻ പേപ്പർ വർക്കൊക്കെ നടന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് പുതുക്കി പോയി പ്രാർത്ഥിച്ചു. എൻ്റെ ഫസ്റ്റത്തെ നിയോഗമായിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 2024 മാർച്ചിൽ എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടി. ഞാൻ അവിടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ കൊച്ചിയിൽ ചെന്നപ്പോൾ എൻ്റെ കാറ്റഗറി തെറ്റി എന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിലേക്ക് വിട്ടു. പിന്നീട് രണ്ടാമത് ഞങ്ങൾക്ക് ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇനി എനിക്ക് പോകാനായിട്ട് ഇടവരുത്തരുത്, ഇതോടുകൂടി എനിക്ക് സബ്മിഷൻ കഴിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഉപ്പ് കുറച്ച് പൊതിഞ്ഞ് ആ പേപ്പറിൽ വെച്ചിട്ട് ഞാൻ പോയി. അവിടെ വെച്ച് പേപ്പർ സബ്മിഷൻ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഞാൻ വിതറിയിട്ടു. അതിനുശേഷം എൻ്റെ സബ്മിഷൻ പോയി. ഈ മെയ് 18 എനിക്ക് വിസ വന്നു. പിന്നെ എൻ്റെ നാലാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അമ്മ 2 പേർക്കായിട്ട് ഒരു 50,000 രൂപയോളം കടം കൊടുത്തിരുന്നു. അപ്പോൾ അത് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി. ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. 2 പേരും എൻ്റെ അമ്മയ്ക്ക് തിരിച്ച് പൈസ കൊടുത്തു. അതുപോലെ തന്നെ 5ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ പൈൽസിന് മരുന്ന് കഴിച്ചിരുന്നു 2 വർഷമായിട്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ബാത്റൂമിൽ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു സ്കാനിങ് ചെയ്തിട്ട് പൈൽസിൻ്റെ റൂട്ടിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓപ്പറേഷൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അനുസരിച്ച് ഞങ്ങൾ സ്കാനിങ്ങിന് ഒരു ദിവസം എടുത്ത് ചെന്നു. അതിന് മുന്നായിട്ട് ഞാൻ ഉടമ്പടി തൈല അപ്പച്ചൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുത്തു. ഉപ്പ് കുറച്ച് കയ്യിലെടുത്തിട്ട് ഞാൻ പറഞ്ഞു സ്കാനിങ്ങിന് ചെല്ലണ സമയത്ത് അതിൽ നിന്ന് ഇത്തിരി എടുത്ത് കഴിക്കാനായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പച്ചൻ അനുസരിച്ചു. അവിടെ ചെന്ന് സ്കാനിങ്ങിന് മുന്നായിട്ട് ഉപ്പെടുത്ത് കഴിച്ചു. സ്കാനിങ് കഴിഞ്ഞപ്പോൾ അതിൽ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ഒരംശം പോലും അതിലില്ല എന്ന് പറഞ്ഞു. ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവും തിരുക്കുമാരനും കൂടി എനിക്ക് തന്നതിന് 1000 നന്ദി പറയുന്നു. ഞാൻ പാവപ്പെട്ടവർക്ക് എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ പൈസ കൊടുത്ത് ഞാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടുത്തുള്ള ഒരു അഭയഭവനുണ്ട്. അവിടെ പോയി വയ്യാത്ത ആളുകളെയും കുട്ടികൾക്കൊക്കെ കുളിപ്പിക്കാനും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാനൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കൃപാസന പത്രം എല്ലാവർക്കും ഒരുവിധം എത്തിക്കാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കരങ്ങളടി